ഹൈസ്കൂൾ കാലം തൊട്ടേ പ്രണയിച്ചവരായിരുന്നു അഡ്മിറ ഇസ്മിക്കും ബോഷ്കോ ബ്രിക്കിച്ചും. പ്രണയത്തിലൊന്നാകാൻ അവർക്ക് ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അവരതിന് തയ്യാറുമായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ആരും ആഗ്രഹിക്കാത്തതും ആരും പ്രതീക്ഷിക്കാത്തതുമായ ആ സംഭവ വികാസങ്ങൾ അവരുടെ നഗരത്തിൽ ഉടലെടുത്തത്. തുടർന്ന് നഗരം അസ്വസ്ഥമായി, ജനജീവിതം ദുസ്സഹമായി, പോരാട്ടങ്ങൾ, അതിജീവനങ്ങൾ, നിരന്തരമായ ഷെല്ലാക്രമണങ്ങൾ, പട്ടിണി, പരിവട്ടം. ഇങ്ങനെ എത്ര നാൾ ജീവിക്കുമെന്ന് ഇരുവർക്കും അറിയില്ലായിരുന്നു. ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ദുരിതങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ ഒന്നുപോലും കുറയുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഒരു നിമിഷം അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു, ഈ നഗരം വിട്ടുപോകുക. യുദ്ധങ്ങളുടെയും കണ്ണീരിന്റെയും ഭയത്തിന്റെയും നഗരം വിട്ടുപേക്ഷിച്ച് ആരുടെയും കണ്ണെത്താത്തതും തങ്ങൾക്ക് പ്രണയം കൈമോശം വരാത്തതുമായ ഏതെങ്കിലും ഒരു ദേശത്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ള ആഗ്രഹമായിരുന്നു അവരെ ആ തീരുമാനത്തിലെത്തിച്ചത്. അങ്ങനെ ഒരു ദിവസം പരസ്പരം കൈകൾ കോർത്ത് പട്ടാളക്കാരുടെയും ശത്രുക്കളുടെയും കണ്ണുവെട്ടിച്ച് പാലത്തിലൂടെ ഓടിപ്പോകുമ്പോൾ ബോഷ്കോയ്ക്ക് നേരെ ഒരു വെടിയുണ്ട പാഞ്ഞു വന്നു. പിന്നെ അഡ്മിറയുടെ നേരെ ബോഷ്കോ തൽക്ഷണം അവിടെ മരിച്ചു വീണു. വെടിയേറ്റ് പുളഞ്ഞിട്ടും അഡ്മിറ നിരങ്ങി നീങ്ങി ബോഷ്കോയെ കെട്ടിപ്പിടിച്ചു. അവന്റെ ജീവനറ്റ ശരീരത്തിൽ കെട്ടിപ്പുണർന്ന് അവൾ നിലവിളിച്ചു. ആ നിലവിളിക്കൊടുവിൽ അവളെയും പ്രാണൻ വിട്ടുപിരിഞ്ഞു. ഇരുവരുടെയും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ പോലും അവരുടെ ബന്ധുക്കൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഒരാഴ്ചയോളം മൃതദേഹങ്ങൾ ആ പാലത്തിൽ അനാഥ ശവം പോലെ കിടന്നു. സ്നേഹത്തിന്റെയും പ്രണയനഷ്ടത്തിന്റെയും പ്രതീകമായി രണ്ട് മൃതദേഹങ്ങൾ. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവരെ വിശേഷിപ്പിച്ചത് സരജോവോയിലെ റോമിയോയും ജൂലിയറ്റും എന്നായിരുന്നു. സരജോവോ ഉപരോധ കാലത്ത് ജീവൻ നഷ്ടമായ അനേകരുടെ പ്രതിനിധികൾ മാത്രമായിരുന്നു ആ പ്രണയിതാക്കൾ. ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ സരജോവോ ഉപരോധത്തിന്റെ കഥയും കാര്യവും കണ്ണീരും പ്രതീക്ഷയുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഷെക്കന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആധുനിക യുദ്ധത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ക്രൂരവുമായ ഉപരോധങ്ങളിൽ ഒന്നായിരുന്നു 1992 ഏപ്രിൽ 5 മുതൽ 1996 ഫെബ്രുവരി 29 വരെ നടന്ന ബോസ്നിയൻ യുദ്ധകാലത്തെ സരജോവോ ഉപരോധം. ഏകദേശം 4 വർഷത്തോളം നീണ്ടുനിന്ന 1425 ദിവസങ്ങളിലൂടെ ഒരു ജനത കടന്നുപോയതിന്റെ ദുരിതപർവം. ബോസ്നിയയുടെയും ഹെർസഗോവിനയുടെയും തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് സരജോവോ. ബാൽക്കൻ ഉപദ്വീപിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം. ദിനാറിക് ആൽപ്സാലും മിൽജാക്ക നദിക്കരയിലും ചുറ്റപ്പെട്ട താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന സരജോവോ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സംഗമസ്ഥാനമായി പണ്ടേ അറിയപ്പെട്ടിരുന്നു. ഇസ്ലാം, ഓർത്തഡോക്സ്, ക്രിസ്ത്യൻ, കത്തോലിക്ക, ജൂത സംസ്കാരങ്ങൾ നൂറ്റാണ്ടുകളായി ഒരുമിച്ച് നിലനിൽക്കുന്ന ഭൂമിക കൂടിയാണ് ഇവിടം. 15-ാം നൂറ്റാണ്ടിൽ ഒട്ടോമന്മാർ സ്ഥാപിച്ച സരജോവോ ഒരു പ്രധാന സാംസ്കാരിക വ്യാപാര കേന്ദ്രമായി വികസിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇത് ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. 1914 ഓസ്ട്രിയയിലെ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് വധിക്കപ്പെട്ടപ്പോൾ നഗരം ആഗോള ശ്രദ്ധ നേടി. 20-ാം നൂറ്റാണ്ടിൽ സരജോവോ യുഗോസ്ലാവിയയിലെ ഒരു പ്രമുഖ നഗരമായിരുന്നു. 1984 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചതും ഈ നഗരമായിരുന്നു. എന്നിരുന്നാലും ബോസ്നിയൻ യുദ്ധത്തിൽ അതിന്റെ സമാധാനപരമായ പ്രതിച്ഛായ തകർന്നു. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉപരോധം നഗരം സഹിക്കേണ്ടതായി വന്നു. ആയിരക്കണക്കിന് സിവിലിയന്മാർ കൊല്ലപ്പെടുകയും നഗരത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാവിയയ്ക്ക് കീഴിൽ സരജോവോ യൂറോപ്പിലെ ജെറൂസലേം എന്ന് വിളിക്കപ്പെട്ടിരുന്നു. 44% ബോസ്നിയക്കാരും 32% ഓർത്തഡോക്സ് സെർബുകളും
17% കത്തോലിക്ക ക്രൊയേഷ്യക്കാരുമായിരുന്നു നഗരവാസികൾ. യൂഗോസ്ലാവിയയിൽ വംശീയ സംഘർഷങ്ങളും രാഷ്ട്രീയ വിഭജനങ്ങളും നിലനിന്നിരുന്നു. പക്ഷേ ജോസഫ് ബ്രോസ് ടിറ്റോയുടെ സർക്കാർ അവ നിയന്ത്രണത്തിലാക്കി. എന്നാൽ 1980 അദ്ദേഹത്തിന്റെ മരണശേഷം സാമ്പത്തിക തകർച്ചയുടെ കാലഘട്ടം വംശീയ സംഘർഷത്തിന്റെ ഉയർച്ചയിലേക്ക് നയിച്ചു. 1991 സ്ലൊവേനിയയും ക്രൊയേഷ്യയും മുൻ യുഗോസ്ലാവിയയിൽ നിന്ന് വേർപിരിഞ്ഞ ആദ്യത്തെ 2 രാജ്യങ്ങളായി. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന സ്വാതന്ത്ര്യത്തിനായി ഒരു റഫറൻഡം പാസാക്കിയപ്പോൾ ബോസ്നിയൻ സെർബുകൾ വോട്ട് ചെയ്തില്ല. 1992 ബോസ്നിയയും ഹെർസഗോവിനയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനു ശേഷം യുഗോസ്ലാവ് പീപ്പിൾസ് ആർമിയുടെയും സെർബിയൻ സർക്കാരിൻ്റെയും പിന്തുണയോടെ ബോസ്നിയൻ സെർബുകൾ സരജോവോയെ വളയുകയും നഗരത്തിന് നേരെ ഷെല്ലാക്രമണം ആരംഭിക്കുകയും ചെയ്തു. 1990കളുടെ തുടക്കത്തിൽ മുൻ റിപ്പബ്ലിക്കുകൾ സ്വാതന്ത്ര്യം തേടിയപ്പോൾ സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യൂഗോസ്ലാവിയയുടെ തകർച്ച നിരവധി ആക്രമണ സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചു. വിവാദമായ റഫറൻഡത്തിന് ശേഷം 1992 ബോസ്നിയയും ഹെർസഗോവിനയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സെർബ് ആധിപത്യമുള്ള യൂഗോസ്ലാവിയയിൽ തുടരുന്നതിനെ അനുകൂലിച്ച ബോസ്നിയൻ സെർബ് ജനത ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തു. യുഗോസ്ലാവ് പീപ്പിൾസ് ആർമിയുടെയും റാഡോവൻ കരാഡ്സിക്, ടാറ്റ്കോ മ്ലാഡിക് എന്നിവരുടെയും നേതൃത്വ പിന്തുണയോടെ ബോസ്നിയൻ സെർബ് സേന പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും സെർബ് ഇതര ജനതയെ വംശീയമായി തുടച്ചു നീക്കാനും സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സരജേവോ അവരുടെ ഒരു കേന്ദ്ര ലക്ഷ്യമായി. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉപരോധമായി ഇത് മാറുകയായിരുന്നു. നഗരത്തെ ചുറ്റിപ്പറ്റിയുള്ള ബോസ്നിയൻ സെർബ് സൈന്യമാണ് പ്രധാനമായും ഉപരോധം സംഘടിപ്പിച്ചത്. യുഗോസ്ലാവ് അനന്തര യൂറോപ്പിലെ കഷ്ടപ്പാടുകളുടെയും പ്രതിരോധ ശേഷിയുടെയും വംശീയ സംഘർഷത്തിൻ്റെയും പ്രഭവ കേന്ദ്രമായി ഈ നഗരം മാറുകയായിരുന്നു. എന്താണ് ഉപരോധം? എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങളും ദൂഷ്യങ്ങളും? പറയാം. ഒരു നഗരം, പട്ടണം അല്ലെങ്കിൽ കോട്ട വളയുന്ന ഒരു സൈനിക നടപടിയാണ് ഉപരോധം. അവിടെ സായുധ സേന ഭക്ഷണം, വെള്ളം, മരുന്ന് തുടങ്ങിയ അവശ്യ സാധനങ്ങൾ നിഷേധിക്കുകയും നിരപരാധികളും നിസ്സഹായരുമായ ജനങ്ങളെ തങ്ങൾക്ക് കീഴടങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. പ്രതിരോധക്കാരുടെ പ്രതിരോധത്തെയും ആക്രമണകാരികളുടെ തന്ത്രത്തെയും ആശ്രയിച്ച് ഉപരോധങ്ങൾ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കും. ഉപരോധിക്കപ്പെട്ട പ്രദേശത്തിനുള്ളിലെ സാധാരണക്കാരാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. പട്ടിണി, രോഗം, ബോംബാക്രമണങ്ങളിൽ നിന്നോ സ്നൈപ്പർ ആക്രമണങ്ങളിൽ നിന്നോ ഉള്ള നിരന്തരമായ ഭയം എന്നിവ കൊണ്ട് ജനങ്ങൾക്ക് സാധാരണ ജീവിതം ദുസ്സഹമായി മാറുന്നു. ജീവനുണ്ടെങ്കിലും മരിച്ചതുപോലെയുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇല്ലാതാക്കപ്പെടുകയും ചെയ്യുന്നതും നിയമവാഴ്ച അപ്രത്യക്ഷമാകുന്നതും ഉപരോധം സൃഷ്ടിക്കുന്ന ആഘാതങ്ങളിൽപ്പെടുന്നു. സെർബ് സൈന്യം നഗരം വളഞ്ഞ് എല്ലാ അവശ്യ സാധനങ്ങളും വിച്ഛേദിച്ചതോടെയാണ് ഉപരോധം ആരംഭിച്ചത്. റോഡുകൾ, വൈദ്യുതി, ജലവിതരണ സംവിധാനങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. നഗരം ദിവസേന ഷെല്ലാക്രമണത്തിനും സ്നിപ്പർ വെടിവെപ്പിനും വിധേയമായി. പ്രതിദിനം ശരാശരി 329 മോട്ടോർ ഷെല്ലുകൾ നഗരത്തിൽ പതിച്ചു. 1993 ജൂലൈ 22 തന്നെ 3777 ഷെല്ലുകൾ വെടിവെച്ചു. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോഴാണ്, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ലൈനുകളിൽ നിൽക്കുമ്പോഴോ, വെള്ളമെടുക്കുമ്പോഴോ, തെരുവുകൾ മുറിച്ചു കടക്കുമ്പോഴോ സാധാരണക്കാരെ വിവേചനരഹിതമായി ലക്ഷ്യം വെച്ച് വെടിയുതിർക്കപ്പെട്ടു. നഗരത്തിലെ കുപ്രസിദ്ധ പ്രദേശമായ സ്നൈപ്പർ അല്ലേ ഭയത്തിന്റെ പ്രതീകമായി മാറി. നാഷണൽ ലൈബ്രറി ഉൾപ്പെടെ ആശുപത്രികൾ, സ്കൂളുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവ ബോംബെറിഞ്ഞ് തകർക്കപ്പെട്ടു. അതിന്റെ നാശം ആളുകൾക്ക് നേരെ മാത്രമല്ല, ചരിത്രത്തിനും സത്വത്തിനും നേരെയുള്ള ആക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത്. 1992 മുതൽ 1996 വരെ നീണ്ടുനിന്ന ഈ ഉപരോധ കാലത്ത് 5000-ലധികം സാധാരണക്കാർ ഉൾപ്പെടെ 13,000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിൽ 1600-ലേറെ കുട്ടികളായിരുന്നു. നല്ലൊരു ലോകവും ഭാവിയും സ്വപ്നം കണ്ടിരുന്ന കുട്ടികൾ. 50,000-ലധികം പേർക്ക് പരിക്കേറ്റു. ഭീതിയുടെ പുതപ്പിൽ ജനങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്ന നാളുകളായിരുന്നു അവ.
കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വെല്ലക്കി പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത് ചോര കിനിയുന്ന ഭൂതകാല ഓർമ്മയായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ കാലത്ത് കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ പേരുകൾ പതിപ്പിച്ച സരജാവോ കൊവാക്കി മെമ്മോറിയൽ ഭിത്തിയും മാർട്ടേഴ്സ് മെമ്മോറിയൽ കൊവാക്കി സെമിത്തേരിയും യുദ്ധകാലത്തിന്റെ ഓർമ്മകളാണ്. കഠിനമായ ശൈത്യകാലമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഭക്ഷണവും മരുന്നും പേരിന് പോലും കിട്ടിയിരുന്നില്ല. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിനാൽ സാധാരണക്കാർ ചൂടില്ലാതെ ജീവിച്ചു. താൽക്കാലിക ആശുപത്രികളിൽ മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ ആളുകൾ വലഞ്ഞു. ഉപരോധങ്ങൾ കാരണം അന്താരാഷ്ട്ര മാനുഷിക സഹായം പലപ്പോഴും ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി. കുട്ടികൾ ഭൂഗർഭ സ്കൂളുകളിലാണ് അക്കാലത്ത് പഠിച്ചത്. നദികളിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ പോലും പോകാതെ ആളുകൾ മഴവെള്ളം ശേഖരിച്ചും ലുബ്ധിച്ച് ഉപയോഗിച്ചും കഴിച്ചുകൂട്ടി. ഉപരോധം സാധാരണ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും തടസ്സപ്പെടുത്തി. പള്ളികൾ, സിനഗോഗുകൾ, ചരിത്രപരമായ വാസ്തുവിദ്യ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. ഇതിനേക്കാൾ ഭീകരമായിരുന്നു നഗരവാസികളുടെ മാനസികാരോഗ്യം. സാഹചര്യങ്ങൾ അവരെ കടുത്ത മാനസിക ആഘാതത്തിലേക്ക് വലിച്ചിഴച്ചു. വിഷാദ രോഗികളുടെയും ഉത്കണ്ഠ രോഗികളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ജോലിക്ക് പോയവർക്ക് തങ്ങൾ തിരിച്ചു വരാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. അവരെ കാത്തിരിക്കുന്നവർക്കും വീണ്ടും ഒരു കണ്ടുമുട്ടലിന്റെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിക്കൊണ്ടുള്ളതായിരുന്നു അന്ന് അവരുടെ ദിവസങ്ങൾ കടന്നുപോയിരുന്നത്. വെള്ളമില്ല, വെളിച്ചമില്ല, ഒരു മണിക്കൂർ പോലും കറണ്ട് ഇല്ലാത്ത സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോഴാണ് വർഷങ്ങളോളം അത്തരം സൗകര്യങ്ങളൊന്നും അനുഭവിക്കാതെ ഒരു ജനത പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് എന്നതാണ് അവരുടെ പോരാട്ടത്തെ അവിശ്വസനീയവും പ്രശംസനീയവുമാക്കുന്നത്. ഒരു ദേശം സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെ കടന്നുപോയപ്പോഴും അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതാണ് ഏറെ അപലപനീയം. ഐക്യരാഷ്ട്രസഭ തുടക്കത്തിൽ സമാധാന സേനാംഗങ്ങളെ വിന്യസിച്ചിരുന്നു. പക്ഷേ ഫലപ്രദമായി ഇടപെടാനുള്ള ഉത്തരവോ ഇച്ഛാശക്തിയോ അപ്പോഴും ഇല്ലായിരുന്നു. സുരക്ഷിത മേഖലകൾ പ്രഖ്യാപിച്ചുവെങ്കിലും ശത്രുക്കൾ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ല. 1994-ലും 95-ലും മാർക്കേൽ മാർക്കറ്റ് കൂട്ടക്കൊലകൾ പോലുള്ള സംഭവങ്ങൾക്ക് ശേഷം മാത്രമാണ് അന്താരാഷ്ട്ര രോക്ഷം രൂക്ഷമായത്. തുടർച്ചയായ സെർബ് ആക്രമണവും വംശഹത്യയും മൂലം 1995-ൽ നാറ്റോ വ്യോമാക്രമണം ആരംഭിച്ചപ്പോഴാണ് ബോസ്നിയൻ സെർബികളെ യഥാർത്ഥ സമ്മർദ്ദത്തിലായത്. നയതന്ത്ര ചർച്ചകളോടൊപ്പം ചേർന്ന ഈ സൈനിക ഇടപെടലിന്റെ ഒടുവിൽ 1995 ഡിസംബറിൽ ഡേറ്റൺ സമാധാന കരാറിലേക്ക് നയിച്ചു. 1995-ൽ ഡേറ്റൺ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെ ബോസ്നിയൻ യുദ്ധം അവസാനിച്ചു. സരജോവയിലെ കെട്ടിടങ്ങളുടെ 65%, അതിന്റെ പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെ 80% അപ്പോഴേക്കും നശിപ്പിക്കപ്പെട്ടിരുന്നു. 1996 ഫെബ്രുവരിയിൽ ഉപരോധം ഔദ്യോഗികമായി അവസാനിച്ചു. എങ്കിലും പുനർനിർമ്മാണത്തിന് പതിറ്റാണ്ടുകൾ എടുക്കേണ്ടതായി വന്നു. ഇന്ന് ഒരിക്കൽ വിഭജിക്കപ്പെട്ട ഒരു പ്രദേശത്ത് അതിജീവനത്തിന്റെയും ബഹുസ്വര സത്വത്തിന്റെയും സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള നിരന്തരമായ ശ്രമത്തിന്റെയും പ്രതീകമായിട്ടാണ് സരജോവോ ഇന്ന് നിലകൊള്ളുന്നത്. ദുരന്തപൂർണമായ ഭൂതകാലം ഉണ്ടായിരുന്നിട്ടും ആധുനിക സരജോവോ അതിന്റെ പ്രതിരോധശേഷി പ്രകടമാക്കിയതിന്റെ ചിത്രങ്ങൾ ഇവിടെ കാണാം. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭൂരിഭാഗവും പുനർനിർമ്മിക്കുകയും സംസ്കാരം, വിദ്യാഭ്യാസം, ടൂറിസം എന്നിവയുടെ കേന്ദ്രങ്ങൾ തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്നു. ഒട്ടോമൻ പള്ളികൾ, ഓസ്ട്രോ ഹംഗേറിയൻ കെട്ടിടങ്ങൾ, ആധുനിക ഘടനകൾ എന്നിവയുൾപ്പെടെയുള്ള സമ്പന്നമായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട നഗരം അതിന്റെ പല തലങ്ങളിലുള്ള ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാലത്ത് മുസ്ലിങ്ങൾ, സെർബികൾ, ക്രൊയേഷ്യക്കാർ, ജൂതന്മാർ എന്നിവരുടെ സഹവർത്തിത്വത്തിന്റെ പ്രതീകമായിരുന്ന സരജോവോ സെർബുകൾ, ക്രൊയേഷ്യക്കാർ, ബോസ്നിയക്കാർ എന്നിങ്ങനെ 3 വിഭാഗക്കാർ അവിടെ ഉണ്ടായിരുന്നു. സെർബിയകൾ ഓർത്തഡോക്സ് വിഭാഗക്കാരും ക്രൊയേഷ്യക്കാർ കത്തോലിക്കരും ബോസ്നിയക്കാർ മുസ്ലിങ്ങളുമായിരുന്നു. സഹവർത്തിത്വവും സാഹോദര്യവും പുലർന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ ഒരു യുദ്ധം ഉണ്ടായി എന്നത് അതിശയിപ്പിക്കുന്ന ചോദ്യമാണ്. സാംസ്കാരികമായും സാമൂഹികമായും തകർക്കപ്പെടുകയും ഉപരോധം നഗരത്തിന്റെ ബഹുസ്വര സത്വത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിക്കുകയും ചെയ്തുവെങ്കിലും ഭീകരതയ്ക്കിടയിലും പ്രതിരോധശേഷിയുടെ കഥകളും ഇവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അക്കാലത്ത് ഭൂഗർഭ തിയേറ്ററുകളിൽ നാടകങ്ങൾ അരങ്ങേറുകയും സംഗീതജ്ഞർ കച്ചേരികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പൗരന്മാർ എഴുത്തിലൂടെയും
ഫോട്ടോഗ്രാഫിലൂടെയും അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തി. സാംസ്കാരിക പ്രതിരോധത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ സരജോവയുടെ ആത്മാവിനെ രക്ഷിക്കാൻ സഹായിച്ചവയായിരുന്നുവെന്ന് പിൽക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായി പരാമർശിക്കപ്പെടേണ്ട ഒരു പേരാണ് സോറൻ ഫിലിപ്പോവിച്ച്. പ്രമുഖനായ ക്രൊയേഷ്യൻ ഫോട്ടോ ജേർണലിസ്റ്റും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം. ബോസ്നിയൻ യുദ്ധകാലത്ത്, പ്രത്യേകിച്ച് സരജോവോ ഉപരോധകാലത്ത് നൽകിയ ശക്തമായ ഡോക്യുമെന്റേഷനുകളിലൂടെയാണ് അദ്ദേഹം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത്. അദ്ദേഹം എടുത്ത ചിത്രങ്ങൾ അക്കാലത്ത് സരജോവയിലെ മനുഷ്യൻ അനുഭവിച്ചതും കടന്നുപോയതുമായ പീഡനങ്ങളുടെ നേർദൃശ്യങ്ങൾ പകർത്തിയവയായിരുന്നു. മുറിവേറ്റ കുട്ടികൾ, നശിപ്പിക്കപ്പെട്ട വീടുകൾ, പൗരന്മാരുടെ ദുരിതങ്ങളെല്ലാം അദ്ദേഹം പകർത്തി. യുദ്ധങ്ങൾക്കിടയിലും നടക്കുന്ന മൃതദേഹ സംസ്കാരങ്ങളുടെയും അണ്ടർഗ്രൗണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അനുദിന യുദ്ധം താറുമാറാക്കിയ ജനങ്ങളുടെ ജീവിതത്തെയും അദ്ദേഹം മറയില്ലാതെ പകർത്തി. വാർത്തകൾക്കും അപ്പുറം സംസാരിക്കുന്നവയായിരുന്നു ആ ചിത്രങ്ങൾ ഓരോന്നും. ഇരകളെ മാനുഷീകരിച്ചും യുദ്ധത്തിന്റെ നെറുകേടുകളെയും ക്രൂരതകളെയും യാഥാർത്ഥ്യമാക്കി ചിത്രീകരിച്ചും അദ്ദേഹം മനുഷ്യ മനസ്സുകളിലേക്ക് യുദ്ധത്തിന്റെ ഭീകരതയും മനുഷ്യന്റെ നിസ്സഹായതയും വാരിയിട്ടു. എന്നാൽ ദുരിത ചിത്രങ്ങൾ മാത്രമല്ല, അതിജീവനത്തിന്റെ ചിത്രങ്ങളും അദ്ദേഹം പകർത്തിയിരുന്നു. അത്യധികം ഇരുണ്ടുപോയ കാലത്തിലും പ്രകാശത്തിന്റെ തുരുത്തുകൾ അവശേഷിക്കുന്നുണ്ടെന്ന പ്രത്യാശ പകർന്നുകൊടുത്തവയായിരുന്നു സോറോയുടെ പത്രപ്രവർത്തനം. സരജോവോ ഫിലിം ഫെസ്റ്റിവൽ എന്ന പേരിൽ പിൽക്കാലത്ത് പ്രസിദ്ധമായ ഫെസ്റ്റിവൽ ഈ ഉപരോധകാലത്ത് ആരംഭിച്ചതാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. സോറസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കഥകൾ പറയാൻ സിനിമയെ വളരെ ശക്തമായ ഒരു ഉപകരണമായി നമ്മൾ ഉപയോഗിക്കണം എന്നതായിരുന്നു സോറസിന്റെ കാഴ്ചപ്പാട്. ആളുകളെ ഒരുമിച്ച് നിർത്തുവാനും ഒരുമിച്ച് നടത്തുവാനും അതേറെ സഹായകരമാണെന്നും സോറസ് വിശ്വസിച്ചു. കലയും സംസ്കാരവും രാഷ്ട്രീയത്തിനും അപ്പുറം മീതെയായിരിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ജനങ്ങൾക്ക് നഷ്ടമായ മാന്യതയും ആദരവും തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു അവയെല്ലാം. മാധ്യമ പ്രവർത്തനത്തിന് വിലക്കുകൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു അതെങ്കിലും യുദ്ധമുഖങ്ങളിൽ മാധ്യമ പ്രവർത്തകർ കൂടുതൽ ധീരശാലികളും വിമർശകരുമായി മാറിയെന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത. അന്നത്തെ അപ്പത്തെക്കാളോ അതല്ലെങ്കിൽ അതിനൊപ്പമോ ജനങ്ങൾക്ക് പത്രങ്ങൾ ആവശ്യമായിരുന്ന കാലം കൂടിയായിരുന്നു അത്. എന്നാൽ പത്രങ്ങൾ അച്ചടിക്കാൻ ന്യൂസ് പ്രിന്റ് കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളും അവർ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം നഗരം അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഭൂരിഭാഗവും പുനർനിർമ്മിച്ചു. പക്ഷേ എല്ലായിടത്തും യുദ്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ അവശേഷിക്കുന്നുണ്ട്. കെട്ടിടങ്ങളിൽ ഇപ്പോഴും വെടിയുണ്ടകളുണ്ട്. സ്മാരകങ്ങൾ ഭൂപ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഉപരോധം ബോസ്നിയയുടെയും ഹെർസഗോവിനയുടെയും രാഷ്ട്രീയവും സാമൂഹികവുമായ ഘടനയെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. സരജോവയിലുടനീളമുള്ള യുദ്ധ സ്മാരകങ്ങളുടെയും ശ്മശാനങ്ങളുടെയും വ്യാപനത്തിന് പുറമെ യഥാക്രമം സരജോവയിലും കിഴക്കൻ സരജോവയിലും പള്ളികളുടെയും നിർമ്മാണത്തിൽ വർധനമുണ്ടായി. ഉപരോധത്തിന്റെ അനന്തരഫലങ്ങൾ വിനാശകരവും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. തകർന്ന വീടുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, സാംസ്കാരിക സ്മാരകങ്ങൾ എന്നിവയാൽ നഗരങ്ങൾ പലപ്പോഴും അവശിഷ്ടങ്ങളാൽ അവശേഷിക്കുന്നു. അതിജീവിച്ചവർ പലപ്പോഴും വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക ആഘാതങ്ങൾ നേരിടുന്നു. സാമ്പത്തികമായി ഉപരോധങ്ങൾ വലിയ തടസ്സങ്ങൾക്ക് കാരണമാകുന്നു. ജോലികൾ, ബിസിനസ്സുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നഷ്ടപ്പെടുന്നു. ഉപരോധങ്ങൾ സമൂഹങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള വിഭജനങ്ങൾ അവശേഷിപ്പിച്ചേക്കാം. പ്രത്യേകിച്ച് സംഘർഷത്തിൽ വംശീയമോ മതപരമോ ആയ സംഘർഷങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വിശ്വാസം പലപ്പോഴും തകർന്നു വീഴുന്നു. പോരാട്ടം അവസാനിച്ചതിന് ശേഷവും ജീവിതം പുനർനിർമ്മിക്കുന്നതിനും സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും നീതി തേടുന്നതിനും വർഷങ്ങൾ എടുക്കും. സ്മാരകങ്ങളും തകർന്ന കെട്ടിടങ്ങളും പലപ്പോഴും കഷ്ടപ്പാടുകളുടെ ഓർമ്മപ്പെടുത്തലുകളായി നിലനിൽക്കുന്നു. മുൻ യൂഗോസ്ലാവിയയുടെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണൽ ഒടുവിൽ റാഡോവൻ, കരാറ്റ്സിക്, ടാറ്റ്കോ മ്ലാഡിക് എന്നിവരെ വംശഹത്യ, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള യുദ്ധക്കുറ്റങ്ങൾക്ക് ശിക്ഷിച്ചു. നീതിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പുകളായിരുന്നു വിചാരണകൾ. പക്ഷേ അവ ഏൽപ്പിച്ച ആഘാതത്തിന് ഒരിക്കലും പൂർണ്ണമായി നഷ്ടപരിഹാരം നൽകാൻ കഴിഞ്ഞില്ല. യുദ്ധം ഏതൊരു ദേശത്തെയും ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നുവെന്നതിന് ആധുനിക കാലം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പുതിയ ഉദാഹരണമാണ് ഈ ഉപരോധം. യുദ്ധം ഒരു രോഗം പോലെയാണ്. അത് രാജ്യങ്ങളെ, കുടുംബങ്ങളെ, വ്യവസ്ഥകളെ, വ്യക്തികളെ നശിപ്പിക്കുന്നു. ധാർമ്മികതയെ തകർക്കുകയും മൂല്യങ്ങളെ നാമാവശേഷമാക്കുകയും ചെയ്യുന്നു. വലിയ തോതിലുള്ള വ്യക്തിത്വ പ്രതിസന്ധിയാണ് ഇത് വരുത്തി തീർക്കുന്നത്. ചുരുക്കത്തിൽ ഉപരോധം ഒരു നഗരത്തിന്റെ ഭൗതിക ഘടനയെ നശിപ്പിക്കുക മാത്രമല്ല,
തലമുറകളോളം നിലനിൽക്കുന്ന വൈകാരികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ മുറിവുകൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സരജെവോ ഉപരോധം വെറുമൊരു സൈനിക നീക്കമായിരുന്നില്ല. ഒരു നഗരത്തിന്റെ സത്വത്തിനും അവിടുത്തെ ജനങ്ങളുടെ മാനവികതയ്ക്കും നേരെയുള്ള ഒരു ആസൂത്രിതമായ ആക്രമണമായിരുന്നു. വംശീയ ദേശീയതയുടെ അപകടങ്ങൾ, അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ പരാജയം, ഉപരോധത്തിന് കീഴിലുള്ള സാധാരണക്കാരുടെ പ്രതിരോധ ശേഷി എന്നിവ അത് എടുത്തു കാണിച്ചു. ഇന്ന് സരജെവോ കഷ്ടപ്പാടുകളുടെ സ്മാരകമായി മാത്രമല്ല, സഹിഷ്ണുതയുടെ ദീപസ്തംഭമായും വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും അപകടങ്ങൾക്കെതിരായ ഒരു മുന്നറിയിപ്പായും നിലകൊള്ളുന്നു. അതിജീവനം അസാധ്യമായ ഒരവസ്ഥയിലേക്ക് തള്ളിവിടപ്പെട്ട മനുഷ്യരായിരുന്നു തങ്ങളെന്നും, എന്നാൽ പരസ്പരം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സഹവർത്തിത്വത്തിന്റെ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഇരുണ്ട കാലത്തെ തങ്ങൾ അതിജീവിച്ചതെന്ന് ഈ നഗരവാസികൾ അനുസ്മരിക്കുന്നത് വരും കാലത്തിനും ലോകത്തിനുമുള്ള ഗുണപാഠ കഥയായി കൂടി പരിണമിക്കുന്നുണ്ട്.